അമ്മേ ചായ. ഇടി പെണ്ണെ പോയി മുഖം കഴുകിട്ടുക. കുളിച്ചിട്ട് കഴിഞ്ഞ വെള്ളം വരട്ടെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇപ്പൊ ഞാൻ ഉറക്കത്തിലാണോ? സ്വപ്നത്തിൽ പോലും വെറുതെ വീടല്ലടാ തോരപ്പാ. വിടൂലടി, അങ്ങനെ ഇപ്പൊ നീ ഉറക്കത്തിലും കണ്ടവന്റെ ബാക്കിലിരുന്ന് പോകണ്ട. എന്റെ പൊട്ടി പെണ്ണെ, നിന്റെ മുന്നിൽ അവൻ തന്നെയാ. കണ്ണു തുറന്നൊന്ന് നോക്ക്. അപ്പൊ ഞാൻ നിന്റെ വീട്ടിലാണ് കിടന്നേ. എന്റെ കെട്ടിയോളെ, നിനക്കറിഞ്ഞൂടെ നമ്മളെ കൊച്ചിന്റെ തലയിൽ ആൾ താമസമില്ലാന്ന്? ഓ, എന്റെ തലയിലൊക്കെ ബ്രെയിനാ ഉള്ളത്. അച്ഛന്റെ തലയിലൊക്കെ ആൾക്കാരാണ് താമസിക്കണത്. വെറുതെ അല്ല ഈ അമ്മനെ കിട്ടിയത്. വേണ്ടെന്നേ രാവിലെ എന്റെ കയ്യിൽ നല്ല ചൂട് ചട്ടയായിരിക്കണത്. അയ്യോ കർത്താവേ, ഈ ദോഷിയിൽ നിന്ന് എനിക്കൊരു മോചനമില്ലേ? എന്താണോ നീ ഈ പൊടിദോശ തിന്നാനാണോ രാവിലെ വെക്കേണ്ടി ഇങ്ങോട്ട് വന്നേ? ഇടി, നിന്റെ കണ്ണൊന്ന് തുറക്കണോ? സോറി അച്ഛാ, ആള് മാറിപ്പോയി. എടാ, നിനക്കെന്താ പറ്റിയേ? ഈ അമ്മച്ചി പാൻമച്ചി നിന്റെ തല അടിച്ച് പൊട്ടിച്ചാ? എന്തുവാ തള്ള, നിങ്ങൾക്ക് അടിക്കുന്ന മയത്തിലൊക്കെ അടിച്ചൂടെ? എനിക്ക് ഈശോയെ, ഇത് കോയയുടെ മുന്നോ? കെട്ടിയോളെ അല്ല പിന്നെ, സോറി ചായ. ഇടി, അവൻ ഇന്നലെ പോയ വഴിക്ക് ആക്സിഡന്റ് ആയതാ. ആക്സിഡന്റോ? എടാ, നിന്റെ അടുത്ത് ഞാൻ പതുക്കെ പറഞ്ഞതല്ലേടാ കാല. എവിടെയെന്റെ പൊമ്മച്ചിയുടെ ചൂലും കേട്ട് ഇവന് ഞാൻ തന്നെ അടിച്ച് കൊല്ലും. പോവാൻ ഞാൻ കേൾക്കാത്തത്. അയ്യോ, എന്റെ ചെക്കനെ വീടടി, അവനായിട്ട് പോയി ഇടിച്ചതല്ല, ഇങ്ങോട്ടൊരു കാർ വന്ന് ഇടിച്ചതാ. കാർ ഇങ്ങോട്ട് വന്നിരിക്കാൻ എന്ത് നിന്റെ ശത്രു ബോംബെയിലെ ഡോണാണോ നീ? ചുമ്മാ അങ്ങോട്ട് തന്നെ പോയി കയറി കൊടുത്തത് തന്നെയാ. അല്ലടി, അച്ഛൻ ലൈനിലുണ്ടായിരുന്നല്ലോ, അച്ഛൻ കണ്ടു കേട്ടതാ, സത്യം. അച്ഛനോ? ഓ, അപ്പൊ അച്ഛനോട് കോളും വിളിച്ചിരുന്ന ശ്രദ്ധ പോയിട്ട് പോയി ഇടിച്ചതാണല്ലേ? എന്റെ പുല്ല് കോഴി കുഞ്ഞെ, ഞാൻ ഇറങ്ങിയപ്പോ നിന്റെ അച്ഛൻ കോളിലുണ്ടായിരുന്നു. ഞങ്ങൾ സംസാരിച്ചിട്ടുമില്ല. പകുതി വഴിയായപ്പോ കാർ റോങ് സൈഡ് വന്ന് ഇടിച്ചതാണ്. ചിലപ്പോ രാത്രിയല്ലേ, ഉറങ്ങി പോയിട്ടുണ്ടാവും. ഉറങ്ങിയെങ്കിൽ ഇടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് നിർത്തിയിട്ട് വന്ന് നോക്കിക്കൂടെ വല്ലതും പറ്റിയോന്ന്. അവനെ എന്റെ കൈ കിട്ടെങ്കിൽ ഇടിച്ചിടിച്ച്. ആ, അവനെ നിന്റെ കയ്യിലല്ല, നിന്നെ അവന്റെ കിട്ടിയത് അല്പമാക്കിയന് അല്ലേടാ? സത്യം. വെറുതെ രാവിലെ കോഴിക്കുഞ്ഞിന്റെ എനർജി കളയാതെ അമ്മ വരുന്ന ഫുഡ് കൊത്തി പറക്കി തിന്നിട്ട് പോകാൻ നോക്കും മോളെ. ആമി, അവനെടുത്ത് ഫുഡ് വാരി കൊടുക്ക്. അവന്റെ കൈ വെച്ച് കഴിക്കാൻ പറ്റൂല. ഇവനോ രണ്ട് വാലിണ്ടേ അടുത്ത് വെച്ച് തിന്നിട്ട്. എടി ദുഷ്ടേ, ഒന്ന് വാരിത്താടി, നിന്റെ ഒരേ ഒരു എലിക്കുഞ്ഞില്ലേ ഞാൻ. വാരി കൊടുക്കടി പെണ്ണേ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. അല്ല, ആന്റിയും ചേട്ടനും എന്തി? അവരങ്ങ് രാവിലെ പോയി, തിരക്കൊണ്ടെന്ന്. അതെന്തായാലും നന്നായി. ഇല്ലായിരുന്നെങ്കിൽ ഇവന്മാരുടെ മൂക്കില് പെട്ട് ചേട്ടൻ വടിയായേനെ. അവൻ അത് മേടിച്ചോടിപ്പോയതടി, ശരിക്കും. ആണാണ്. അല്ല, നിനക്ക് വീട്ടിലൊന്നും പോണ്ടേ? ഇവിടെ നിൽക്കാനാണോ പ്ലാൻ? എനിക്കൊന്നും നോക്കാൻ വയ്യ. എന്നെ തന്നെ ആരെങ്കിലും ഒന്ന് നോക്കിയാൽ മതി എന്ന് പറഞ്ഞ ഞാൻ നടക്കുന്നേ. അതെന്താണ്? നോക്കടി, ഭാവിയിലെങ്ങാണ് നിനക്ക് നോക്കണ്ട വന്നാലോ? അവന്റെ ഭാവി, നിന്റെ ഭാവി ഞാൻ ചവിട്ടി പൊട്ടിക്കണ്ടെങ്കിലേ മിണ്ടാണ്ട് അവിടെ കുത്തിരുന്നോ. ഞാൻ അവന്മാരെ വിളിക്കാം. എടി അൺറൊമാൻറ്റിക് മൂരാച്ചി. ആയിരിക്കുന്നു കോയക്കുഞ്ഞിന്റെ വിത്തല്ലേ, അങ്ങനെ വരും മോനെ. അതും എന്റെ മോളിത്. നീ അവിടെ കുക്ക് ചെയ്യുവാണോ അതോ എന്നെ നീ ഇവിടെ കുക്ക് ചെയ്യുവാണോ? സംശയമുണ്ടോ? അച്ഛനെ തന്നെയാ. അമ്മേ, മോളും കണക്കാണല്ലോ എന്റെ ദൈവമേ. ആ, ഇനി മോനുണ്ടല്ലോ എന്റെ സൈഡിൽ നിൽക്കാൻ. പിന്നല്ല, നമുക്ക് രണ്ടിനെ ഫ്രൈ ആക്കാച്ച. ഇവന്റെ കൈയല്ല, നിങ്ങളുടെ നാക്കാരനെ കുറിച്ച് കേട്ടല്ല. പോണോ, ഞാൻ പോയി വിളിക്കട്ടെ. മോനെ കുട്ട, നീ വന്ന് അടുത്ത് വന്ന്. എന്താച്ചാ? എടാ, നിന്റെ ചില ഡയലോഗ് കേട്ടാ അവളോട് എന്തോ ഉള്ളത് പോലെ ഉണ്ടല്ലോ. എന്തോന്നുള്ള പോലെ? അയ്യോ, എനിക്കൊന്നും റൊമാനിക്കാണ്ട. ഞാൻ വെറുതെ അത് എടാ പൊട്ട, അതല്ല ലവ്, പ്രേമം, കാതൽ, മുഹബത്ത്, ഇഷ്ക് എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. അവളോട് എനിക്ക് തോന്നിയത് തന്നെ. ഞാൻ വെറുതെ ചൊറിയുന്നതല്ലേ. അവക്ക് എന്നോടും എനിക്ക് അവളോടും എന്തായാലും മനസ്സിൽ ഈ പറഞ്ഞ സാധനം തോന്നാൻ പോണില്ല. അതിപ്പോ തോന്നിയാലും കുഴപ്പമൊന്നുമില്ല. കാരണം അവൾ ആദ്യമായിട്ടാ ബോയ്സിനോട് ഇത്രയും ക്ലോസ് ആകുന്നേ.
ആ പെണ്ണിന് ഒരു ചെറുക്കനോട് പ്രേമം പോലെ ഒരു ക്രഷ് പോലെ ഉള്ള വികാരമേ ഇല്ല. എങ്ങനെ അവളെ പിടിച്ച് കെട്ടിക്കുന്നു പറഞ്ഞാ ഞങ്ങളിരുന്നേ. ഇങ്ങനെ ഒരു അച്ഛൻ ആർക്കും കൊടുക്കുന്നുണ്ട് ഭർത്താവേ. ഇതാരാ ഈ നേരത്ത്? ഓ, അവന്മാരായിരിക്കും. ആന്റി, ഞങ്ങളുടെ അളിയനെവിടെ? കൈയും കാലും കൂട്ടിക്കെട്ടി തൂക്കിയിട്ടേക്കാണോ? ഇതെന്തോന്നടാ, റീത്തോ? ഒരു ബൊക്കെയാണ് ചോദിച്ചത്, പക്ഷെ കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ റീത്തിലങ്ങ് ഒതുക്കി. അല്ല, അവൻ എവിടെ ആന്റി? അവൻ മോളെ ആമിയുടെ അടുത്തുണ്ട്. അല്ല, ഇതാരാ? ഇത് ശ്രേയ, അവള് പറഞ്ഞതില്ലേ. ഞങ്ങൾ പിന്നെ കൂട്ടിട്ടിങ്ങി പോന്നു. കേറുവാ മോളെ, നിങ്ങൾ അങ്ങോട്ട് ചെന്നേക്ക്, ഞാൻ കുടിക്കാൻ എന്തേലും കൊണ്ട് വന്നേക്കാം. അയ്യോ, കിടപ്പ് കണ്ടാ വാഴയൊക്കെ വെട്ടിയിട്ട പോലെ. പോലെയല്ലടാ, അത് തന്നെയാണ്. ഇച്ചിരി പോണ മുറിവിനാണ് മുമ്പ് ഡ്രസ് എടുക്കണത്. ആ, ശ്രേയ വന്നിട്ടുണ്ടോ? എടാ, ഞാൻ ചത്തട്ടില്ല. റീത്തും കൊണ്ടൊക്കെ വന്നേക്കുന്നു നോക്ക്. അയ്യോ, ഇവന്മാരെ എനിക്ക് തന്നെ 2 കിണിപോയമാരെ തന്നല്ലോ എന്റെ കർത്താവേ. എടാ, നീ പറഞ്ഞ ആ സാധനം ഉണ്ടല്ലോ, നിനക്കില്ലാത്തോണ്ടാ ഞങ്ങളും കൂടെ വന്നപ്പോ ഞങ്ങളുടെയും കൂടെ പോയത്. ഓക്കെ. ആഹാ, എന്ത് നല്ല കോമഡി. ആര് പറഞ്ഞു എനിക്ക് കിളിയില്ലാന്ന്? ദേ ഇരിക്കുന്ന എന്റെ കിളി കോഴിക്കുഞ്ഞ് അല്ലേടി. ആട്ടോ, നിനക്ക് എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ കെട്ടുകണ്ട, നീ ടെൻഷൻ ആവണ്ട. എന്നാലും നമുക്ക് കേസ് കൊടുത്താലോ? ഇനി മനഃപൂർവ്വമാണെങ്കിലോ? എല്ലാവരും ഒന്ന് മാറി നിന്നേ. അവന് ശ്വാസം വിടാനുള്ള സ്പേസ് കൊടുക്ക്. എന്തോന്നാ ഇത്? അതിനവന് ഒരു പോലും ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് ഇത്രയും കേട്ടോ. അതിനകത്തിലൊന്നും ഒന്നുമില്ല അല്ലേടാ. അതാ നോക്ക്. ആ കോഴിക്കുഞ്ഞെ, എന്തോന്നാമി നീ കാണിക്കുന്നത്? വയ്യാതിരിക്കുന്ന ഒരാളോടാണോ ഇങ്ങനെ? അവന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിലോ കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്യേ. അതെങ്ങനെയാ എല്ലാവരുടെയും മണ്ടയ്ക്ക് കയറി നടക്കാനെന്നെ നിനക്കറിയൂ? അത് സോറി. കോഴിക്കുഞ്ഞെ നിക്ക്. ആൾട്ടോ, ശ്രേയ, നീ പോവണ്ട. അവൻ ഹാൻഡിൽ ചെയ്തോളൂ. ഡി, ഇന്നലെ വന്ന് കേറിയിട്ട് അവരെ 2 പേരും തെറ്റിക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ വെറുതെ നീ പോകില്ല. എടാ ജാക്കെ, വിട്, അത് വിട്. എന്താ ഇവിടെ? അല്ല, അവരെവിടെ? കുടിച്ചു നോക്കണേ. ശ്രേയ, എന്താ മുഖം വല്ലാതിരിക്കുന്നേ? എന്തു പറ്റി? ഏയ്, ഒന്നുമില്ല. അവനങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോ ഫ്രണ്ട്സ് അല്ലേ? അവന് കുഴപ്പമൊന്നുമില്ല മോളെ, ചെറിയ പോറതേ ഉള്ളൂ. ഡോക്ടറിനോട് പറഞ്ഞ് ഞാനാ കെട്ടിച്ച്. അവൻ അടങ്ങി ഒതുങ്ങി ഒരിടത്ത് ഇരിക്കില്ലല്ലോ. എങ്ങാണ് ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാ അത് അതിലും വലിയ പണിയല്ലേ. അത്രേ ഉള്ളോ? അവരതാ അടിയിട്ട് പിണങ്ങി അങ്ങോട്ട് പോയി. ഇപ്പൊ വരും. ആദ്യ പൊക്കും. ശരി മക്കളെ, ഞാൻ പോയെന്നാ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കാം. അശേ, എന്റെ കോഴിക്കുഞ്ഞ് അത് കേട്ട് ഡൗൺ ആയോ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട് മൈൻഡ് പോലും ആക്കാത്ത ആളാണല്ലോ ഇത്. ഏയ്, എന്ത്? ഒന്നുമില്ല. അവള് പറഞ്ഞത് ശരിയല്ലേ? നിനക്ക് വയ്യാഞ്ഞിട്ട് ഞാൻ നിന്നെ ഇറിറ്റേറ്റ് ചെയ്യുവല്ലായിരുന്നോ? എനിക്ക് തൽക്കാലം ആ ഇറിറ്റേറ്റിംഗ് മതി. ഇപ്പൊ നീ ഇങ്ങനെ മാറുന്ന ശരിയാവില്ല. നീ എന്റെ കോഴിക്കുഞ്ഞ് ഇങ്ങനെയല്ല. നിന്നെ ഞാനും ഞാൻ നിന്നെയും ചോദിച്ച് ഇങ്ങനെ നമുക്ക് നടക്കണം. ഈ ശോകം മൂടൊക്കെ വിട്ടേ നീ. ഇരിക്കുന്നേ, സോറി. എന്തിനാടി നമുക്കിടയിലെ സോറിയൊക്കെ ആവശ്യമുണ്ടോ? എനിക്ക് വേദനിച്ചില്ല, ഞാൻ ചുമ്മാ വച്ചല്ലേ. നീ വാ, വിട്ടേ, വന്നേ. ഞാൻ പിന്നെ വരാടാ, നീ ചെല്ല്. അയ്യോ, എന്താ പറ്റി? വേദനയുണ്ടോ? പറയടാ. അല്ല, മുള്ളാൻ മുട്ടുന്നു. എന്റെ കൂടെ ഒന്ന് ടോയ്ലറ്റ് വരവാ. പേടിപ്പിക്കാതെ കേട്ടുകളെ വിളിച്ചോണ്ടു. നിന്റെ സാധനത്തിന്റെ കയ്യിലാണെങ്കിൽ പോയി കൊണ്ട് വിളിക്കടാ. എന്റെ കൈ വയ്യടി, എന്റെ കൈ താക്കാൻ പറ്റില്ല. ഒന്ന് വാടി. ഈയുടെ വൃത്തിയിട്ടാണ് മാറി. ഓൻ്റെ ഓരോ അതവ്. എടാ നവീനെ, ജാക്കി, ഈ ഡൈപ്പർ നോക്കി കുഞ്ഞിനെ കൊണ്ടുപോയി മുള്ളിപ്പിക്കടാ. അവളെ വളച്ച് വശത്താക്കാൻ ഇത്രയും ദൂരം നിന്നെയും കൂട്ടി വന്നിട്ട് നീ എന്തോന്നാണ് അശ്വിനെ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ ഞാനല്ല ചെയ്തതെന്ന്. പിന്നെ അവളെ വളയ്ക്കുന്നത് അത്ര എളുപ്പമല്ല. അവന്മാര് 3 കൂടെ ഉള്ളപ്പോ ഇത് നടക്കില്ല. ആദ്യം അവന്മാരെ 2 നിന്നെ പോലെ ഒരുത്തനെ അതിനെന്തിത്ര പാട്? പാടെന്തമ്മേ, അവന്മാരത്ര ചെറിയ പടപ്പല്ല പൊട്ടിപ്പോകാൻ. എന്തായാലും ഞാൻ അവളെ ആഗ്രഹിച്ചത് ഇനി നേടിയെടുക്കും. നീ അല്ലാതെ പിന്നെ ആ സമയത്ത് ആര് ചെയ്യേ?
ആദ്യം വല്ല ആക്സിഡന്റ് സംഭവിച്ചാവും, ഇല്ലെങ്കിൽ സ്പീഡ് കൂട്ടിട്ട് സ്വന്തമായിട്ട് കയറിയതാവും. അങ്ങനെയല്ലടാ, നിന്റെ അങ്കിളെ അവൻ ഇറങ്ങിയപ്പോഴേ സൂക്ഷിച്ചോളാൻ പറഞ്ഞതാ. എന്നാ അയാള് തന്നെ സ്വന്തം മോളുടെ പുറകെയല്ലേ അവൻ നടക്കുന്നത്. എന്തായാലും അത് കണ്ടുപിടിച്ചാലേ നീ ഒന്നും ചെയ്തിട്ടില്ലെന്ന് നമുക്ക് പറയാൻ പറ്റൂ. എന്നാലേ ആ വീട്ടിൽ കൂടി കയറാൻ പറ്റുള്ളൂ. ഞാൻ പതിയെ അത് ചെയ്തോളാം. അമ്മ കൂടെ നിന്ന് തന്നാ മതി. ആമി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നീ ചോദിച്ചോ, അതിനെന്തിനാ ഇത്ര വലിയ മുഖവരാൻ? നീയും ആളുടെ ഉണ്ടെങ്കിൽ ശരിക്കും തോന്നുന്നില്ലേ? എല്ലാവരും പറയണത് നിങ്ങൾ പുറത്തു പറയാത്തയാണെന്ന്. എനിക്കിപ്പോ അങ്ങനെ തോന്നുന്നുണ്ട്. എന്റെ പൊന്നു ശ്രേയ, ഞങ്ങൾ എത്ര വട്ടം അവരോട് പറഞ്ഞതാ, അത് നീയും കേട്ടതല്ലേ? ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കെന്നല്ല, ഞങ്ങൾക്ക് 4 പേർക്കും ഇടയിൽ ഒരു വാള് ഞങ്ങൾ പണിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല ഫ്രീ ആയിട്ടാണ് സംസാരിക്കുന്നത്. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അത് വേറെ ഒരു അർത്ഥമായിട്ടായിരിക്കാം കാണുന്നത്. ഹായ് ബായ്, സുഖമാണോ, കഴിച്ചോ എന്ന് ചോദിക്കുന്ന ജസ്റ്റ് ഫ്രണ്ട്സ് അല്ല ഞങ്ങൾ. ഒരു വീട്ടിൽ ജനിച്ച കൂടപ്പറപ്പ് പോലെ ഞങ്ങള്. നിനക്ക് തന്നെ അറിയാലോ, ആൾട്ടോന് എന്റെ പേരൻസും അവന്റെ പേരൻസ് എന്നെയും എങ്ങനെയാ കൊണ്ട് നടക്കുന്നെന്ന്. സ്വന്തം മോളെയും മോനെയും പോലെയാ. അത് പോലെയാണ് നിനക്ക് മനസ്സിലാവാൻ. എന്നാലും നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോ എനിക്ക് അവരെല്ലാവരെയും ഊക്കാറില്ലേ? നിനക്കും കിട്ടാറില്ലേ? എനിക്കും കിട്ടാറില്ലേ? അതുപോലെ ഞാനും അവനെ ചൊറിയും, അവനെന്നെ ചൊറിയും. അതുപോലെ ഞങ്ങൾ കമ്മിറ്റഡായി കഴിഞ്ഞാൽ ചിലപ്പോ വൈബ് കിട്ടിയെന്ന് വരില്ല. ചിലപ്പോ ഇത്രയൊക്കെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പോലും പറ്റിയെന്ന് വരില്ല. എല്ലാവർക്കും തോന്നുന്നതാണ്, എല്ലാം അറിഞ്ഞ് കൂടെ നിൽക്കുന്ന ഒരു ഫ്രണ്ട് കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ ഒരു റിലേഷൻഷിപ്പ് കിട്ടുന്നു. അനുസരിച്ച് തോന്നലാ. അപ്പൊ ഒന്നുമില്ലാന്ന് ഉറപ്പല്ലേ? ആദ്യം കുറിപ്പേ, നീ വാ, അവന്മാർ അവിടെ നോക്കിയിരിക്കുമായിരിക്കും. എടാ അളിയന്മാരെ, നമുക്കൊന്ന് പുറത്തു പോയാലോ? ഈ അടുത്ത വീട്ടിടും ആരും ഇല്ലല്ലോ. അവളന്മാരും കൂടെ വരട്ടെ, എന്നിട്ട് പോവാം. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. എടാ, നിനക്ക് കളക്ഷൻ ഉള്ളിടത്ത് പോടാ. ഈ ബീച്ചിലൊന്നും പെമ്പിളാരേ ഇല്ല. എടാ, നിനക്ക് ഇത്രയും പെമ്പിളാരുണ്ടായിട്ട് പോരേടാ? അതോ ഇനി ഞാൻ നിനക്ക് കൊറിയാനും ചേച്ചിമാരെയാക്കാം? അല്ലടാ, ഇവനൊരു കൊറിയ അറിയൂ, മലയാളം തന്നെ വന്ന് എത്തിക്കും. അതൊക്കെ എനിക്കറിയാം. അന്യഹസയോ സനയോ. അയ്യോ, വലിയ കാര്യമായി പോയിട്ടോ. ഷോ, എന്താ മാക്രി പിള്ളേരെ ഒരു ചർച്ച? ഞങ്ങളും കൂടെ ഒന്ന് കേക്കട്ടെ. അതിത്ര പറയാനുണ്ടോ? നിന്നെ അല്പമാക്കണോ, അതോ സ്മോക്കി കോഴിക്കുഞ്ഞാക്കണോ, അതോ ഇനി ബാർബിക്യൂ കോഴിക്കുഞ്ഞാക്കണോ എന്ന് ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുമായിരുന്നു. എന്തിനാ കുറയ്ക്കണേ? എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കടാ. നല്ല ഐഡിയ. അപ്പൊ ഫിക്സ്, ഇന്നത്തെ ഡിന്നർ കോഴിക്കുഞ്ഞ്. ഐഷ്, എന്തുവാ പിള്ളേരെ ഇത്? അവിടെ തിന്ന് ഇനി ബാക്കിയുണ്ടോ? ഇതൊക്കെയല്ലേ മോള് രസം. എടി കോഴിക്കുഞ്ഞേ, എന്താ കുഞ്ഞെ? നമുക്കൊന്ന് ഡേറ്റിംഗ് പോയാലോ? എന്താണോ ആമി, നീയല്ലേ പറഞ്ഞത് ഒന്നുമില്ലാന്ന്? എടാ, ഇതൊക്കെ നീ മനസ്സിലാക്കാൻ പോണോ? അയ്യോ, എന്റെ പൊന്നു പിള്ളേരെ, അതല്ല. കറങ്ങാൻ പോയാലോ ഇന്ന് ഞാനങ്ങ് ചോദിച്ചതാ. ഇവളെ ചൊറിയാൻ വേണ്ടിട്ട് അത് ഡേറ്റിംഗ് ആക്കിയെന്നേ ഉള്ളൂ. അല്ല, ഫ്രണ്ട്സിന് ഡേറ്റിംഗ് പോയെന്താ? പോരാ കുട്ടി. ആ ഉള്ളേടി. പിന്നെ ആവാലോ. വാ ഇറങ്ങ്. ഈ ഡ്രസ് വേണോ അതോ ഇനി ഹോട്ട് സെക്സി ബോഡിക്കോൺ ഡ്രസ് വേണോ? അത് നമുക്ക് ഫസ്റ്റ് നൈറ്റ് സെറ്റ് ആക്കാം. ഇവനെ പിടിച്ചോണ്ട് പൊക്കോ, ഇല്ലെങ്കിൽ ഞാൻ ഡിന്നർ നേരെ വെച്ച് കട്ട്ലേറ്റ് ആകും. അയ്യോ, ഇനി അടി ഉണ്ടാക്കണ്ട, വാ പോകാം. എന്തൊക്കെ കാണണവന്റെ കർത്താവേ. ആമി, നീ നവീന്റെ കൂടെ പൊക്കോ, ഞാൻ ആളുടെ കൂടെ വെപ്പാം. എന്നും നീയല്ലേ ഇവന്റെ കൂടെ പോവാറ്? അതെന്തിനാ? അവന്റെ കൂടെ അവള് പോകുന്നെന്ന് നിനക്ക് അറിയുന്നതല്ലേ? നീ ജാക്കിന്റെ ബാക്കി കയറും. അതെന്താ ഞാൻ പോയാല്? അവര് കമ്മിറ്റഡ് ഒന്നും അല്ലല്ലോ. നീ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, ഞാനും അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? നീ കേൾക്കോ, നമുക്ക് എന്തിനാ തർക്കം? അടാ കടുവേ, വണ്ടി എടുക്ക്. ആ, കേറ്. എന്ന് പോട്ടെ, ഞങ്ങൾ അവിടെ കാണാം, വന്നേക്കട്ടാ. അടി, പെട്രോൾ കുറവാ, ഞാൻ അടിക്കട്ടെ. കറക്റ്റ് ടൈമിംഗ് ആണല്ലോ. ഇതാ പമ്പും ഉണ്ടല്ലോ, നീ കയറി അടിക്ക്. അടി, ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ശ്രദ്ധിച്ച് കേക്ക്. എന്താടാ കാര്യം? സീരിയസ് ആണെന്ന് തോന്നുന്നല്ലോ. സീരിയസ് കാര്യമാണ്. എടി, ശ്രേയക്ക് ആൾക്കാരെ ഇഷ്ടമാണ്, അത് ഉറപ്പാ. അതുകൊണ്ടല്ലേ ഇപ്പൊ നിന്നെ മാറ്റിയിട്ട് അവൾ അവന്റെ കൂടെ പോയത്. ഏയ്, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. അത് തന്നെയാണ്. നീയാണ് സ്ഥിരം അവന്റെ കൂടെ എന്ന് കയറാറുള്ളത് നമുക്ക് നല്ലതായിട്ടറിയാം. എന്നിട്ടും അവള് വാശി പിടിച്ച് അവന്റെ കൂടെ കയറിപ്പോയി.
അത് അവന് ഒട്ടും ഇഷ്ടമായിട്ടില്ല. ഏയ് നിനക്ക് തോന്നുന്നതാണ്, അവൾക്ക് അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എന്നെയാണെയും കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും തോന്നാറില്ലേ? ഇത് അതുപോലെ അല്ല ആമി, പറയണ മനസ്സിലാക്ക. നീ അവള് പറയുന്നതിനൊക്കെ നിന്ന് തുള്ളി കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് നിന്റെ കൈവിട്ട് പോകുമായിട്ടോ. അവൾക്ക് അവൻ ഫ്രണ്ട് ആണെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളെ അതുപോലെ ട്രീറ്റ് ചെയ്യുന്നില്ല? നീ ഞങ്ങളെ മൂന്നുപേരെ ഒരുപോലല്ലേ കൊണ്ട് നടക്കുന്നേ? നമുക്ക് നോക്കാം, നീ വണ്ടി എടുക്ക്. ശ്രേയ, നീ പുറത്തിരിക്ക്, എനിക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റുന്നില്ല. ആമി നിന്നെ എങ്ങനെയാണല്ലോ പിടിക്ക? അപ്പോഴോ? അടി, അത് അവളെ പിടിച്ചു കഴിഞ്ഞാൽ ബൈക്കില് ഇരിക്കണം പോലും മനസ്സിലാവില്ല. പക്ഷേ നിനക്ക് അങ്ങനല്ല, വെയിറ്റ് ഉണ്ടല്ലോ. ഓ, അവള് പിടിച്ചാലേ അവൻ ഓടിക്കാൻ പറ്റുള്ളൂ. ആൾട്ടോ, നമുക്ക് ഷോർട്ട് കട്ട് കയറിപ്പാം, അവരിപ്പോ അവിടെ എത്തിക്കാണും. ആ ശരി. അയ്യോ, വണ്ടി ഓഫായല്ലോ. ഓ ഗോഡ്, ഇനി കുറച്ചും കൂടെ അടുക്കാം, നല്ല ടൈം ഉണ്ട്. അയ്യോ, ഇനി നമ്മൾ എന്താ ചെയ്യാ? അവരെ വിളിച്ചു നോക്കാം. ആ, നീ വിളിക്ക, എന്റെ ഫോണിലും കൂടെ നോക്ക്, ഞാൻ ഇതെന്താന്ന് നോക്കട്ടെ. ശരിയാട്ടോ, എന്നാ ശരിയാക്കി തരാം ഞാൻ. അയ്യോ ആൾട്ടോ, നിന്റെ ഫോൺ ഓഫ് ആണല്ലോ. ഞാൻ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചു നോക്കട്ടെ. ഈസി, ഇപ്പൊ പെട്ടെന്ന് എന്താ പറ്റിയേ? ഓ, അവന്മാരുടെ കൂടെ പോയാ മതിയായിരുന്നു. അയ്യോ ആൾട്ടോ, കോള് പോണില്ല. ഈ വഴിക്ക് റേഞ്ചില്ലാന്നാ തോന്നുന്നേ. എടാ, അവരെവിടെ പോയി? ഇതുവരെ എത്തിയില്ലല്ലോ. നമുക്ക് മുന്നേ അവരെത്തണ്ടല്ലേ? ഇതിപ്പോ എങ്ങോട്ട് പോയി? വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആടാ. ശ്രേയയുടെ ഫോണിൽ കോള് മാത്രമേ പോകുന്നുള്ളൂ. ഇനി വല്ല ബ്ലോക്കിലും പെട്ട് കാണുമോ? ബൈക്കല്ലടാ, ബൈക്കിനൊക്കെ എന്ത് ബ്ലോക്ക്? അതും അവൻ ഓടിക്കുന്നേ. ഇനി വേറെ വഴിയെങ്കിലും അവൻ കേറി വന്നേനെ. എടാ, നമുക്ക് പോയി നോക്കാം, നീ വാ. എനിക്ക് ടെൻഷനായിട്ട് പാടില്ല. അന്നത്തെ പോലെ ഇനി വല്ലതും. ഏയ്, അങ്ങനെയൊന്നുമില്ല, നീ വാ, വണ്ടിയിൽ കയറി.